ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ദിവസമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസിന് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന വിവരം പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിനെ തുടർന്നുകൊണ്ട് താരത്തിന്റെ പരിക്കിനോടനുബന്ധിച്ച് കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന ട്വിറ്റർ ഹാൻഡിൽ. ഇതുകൂടാതെ നിലവിൽ മിലോസ് ഡ്രിൻസിച്ച് എന്ന ബ്ലാസ്റ്റേഴ്സ് താരത്തിനും പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കൂടാതെ നിലവിൽ മുംബൈ സിറ്റി എഫ്സിയുടെ സൂപ്പർ താരമായ പെരേര ഡേസിന് സസ്പെൻഷനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. ആദ്യം തന്നെ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പ്രതിരോധ നിരയിലെ വൻമതിലായ മിലോസ് ഡ്രിൻസിച്ചിന്റെ പരിക്കിനെ തുടർന്നുള്ള അപ്ഡേറ്റിലേക്ക് ഒന്ന് കടക്കാം. താരത്തിന്റെ പരിക്കിനെ തുടർന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇതൊരു ACL പരിക്കല്ല. കൂടാതെ മോണ്ടിനിഗ്രോ ഡിഫൻഡർ ആയ മിലോസ് ഡ്രിൻസിച്ചിന് ഒരു ലിഗമെന്റ് ഇഞ്ചറി ഉണ്ട് എന്നും ഈ ഒരു റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. ചെറിയൊരു റിപ്പോർട്ട് മാത്രമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ മിലോസ് ഡ്രിൻസിച്ച് എന്ന സൂപ്പർ താരത്തിന്റെ പരിക്കിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ ഒരു റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് മിലോസ് ഡ്രിൻസിച്ച് എന്ന ഈ ഒരു സൂപ്പർ താരത്തിന് ചെറിയ രീതിയിലുള്ള ഒരു ലിഗമെന്റ് ഇഞ്ചറി ഉണ്ട് എന്നാണ്. ഇനി നമുക്ക് മുംബൈ സിറ്റി എഫ്സിയുടെ സൂപ്പർ താരമായ പെരേര ഡേസിന്റെ സസ്പെൻഷനെ കുറിച്ചുള്ള കാര്യങ്ങളിലേക്ക് ഒന്ന് കടക്കാം. നമുക്കറിയാം, കലിംഗ സൂപ്പർ കപ്പിലെ സെമി ഫൈനലിലെ മുംബൈ സിറ്റി എഫ്സിയുടെ മത്സരത്തിൽ പെരേര ഡേസിന്റെ ഭാഗത്തു നിന്നും നമുക്ക് ഒരുപാട് മോശം പ്രവർത്തനങ്ങൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു സെമി ഫൈനലിലെ അമിത ആവേശത്തിന് മുംബൈ സിറ്റിയുടെ അർജന്റീന താരമായ പെരേര ഡേസിന് 4 മത്സരങ്ങളിലേക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഡിസിപ്ലിനറി കമ്മിറ്റിയാണ് താരത്തിന്റെ അടുത്ത 4 മത്സരങ്ങളിലേക്കുള്ള വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവസാനത്തെ 2 മത്സരങ്ങളും പരാജയപ്പെട്ട മുംബൈ സിറ്റി എഫ്സിക്ക് പെരേര ഡേസിന്റെ ഈ ഒരു വിലക്ക് മുട്ടൻ പണി തന്നെയാണ് നൽകിയിട്ടുള്ളത്. കൂടാതെ മുംബൈ സിറ്റി എഫ്സിയിൽ ഇനി പെരേര ഡേസ് മാത്രമാണ് പടിയിറങ്ങാൻ ബാക്കിയുള്ളത്. ബാക്കിയുള്ള താരത്തിന്റെ അടുത്ത സുഹൃത്തുക്കളെല്ലാം തന്നെ മുംബൈ സിറ്റി എഫ്സി എന്ന ടീം വിട്ടിട്ടുണ്ട്. ഏതായാലും ചുരുക്കി പറയുകയാണെങ്കിൽ അടുത്ത മുംബൈ സിറ്റി എഫ്സിയുടെ ISLലെ 4 മത്സരങ്ങളിലും പെരേര ഡേസ് എന്ന അർജന്റീൻ സൂപ്പർ താരത്തിന് കളിക്കാനാവുകയില്ല. ഇനി നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മുന്നേറ്റ നിരയിലെ സൂപ്പർ താരമായ ദിമിത്രിയോസ് ഡയമൻഡോസിന്റെ പരിക്കിനെ തുടർന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടിലേക്ക് ഒന്ന് കടക്കാം. കഴിഞ്ഞ ദിവസമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ ദിമിത്രിയോസിന് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന വിവരം പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പരിക്കിനെ തുടർന്ന് കൊണ്ട് കഴിഞ്ഞ ദിവസത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലന സെക്ഷനിലൊന്നും ദിമിത്രിയോസ് പങ്കെടുത്തിട്ടില്ല എന്നും കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരമായ ദിമിത്രിയോസിന്റെ പരിക്കിനെ തുടർന്നുള്ള ഏറ്റവും പുതിയൊരു റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന ഒരു ട്വിറ്റർ ഹാൻഡിൽ. ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരമായ ദിമിത്രിയോസ് ഡയമൻഡോസ് പേശി വലിവിനെ തുടർന്നുകൊണ്ട് നിലവിൽ വിശ്രമത്തിലാണ്. പക്ഷേ ഇതൊരു ഗൗരവമുള്ള കാര്യമൊന്നുമല്ല. കൂടാതെ ദിമിത്രിയോസ് ഡയമൻഡോസ് ഉടൻ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പരിശീലന സെക്ഷനിൽ സജീവമാവുമെന്നും ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന ഒരു ട്വിറ്റർ ഹാൻഡിൽ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഫുട്ബോൾ എക്സ്ക്ലൂസീവിന്റെ ഈ ഒരു റിപ്പോർട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദിമിത്രിയോസ് ഡയമൻഡോസിന്റെ പരിക്ക് അത്ര ഗുരുതരമൊന്നുമല്ല എന്നാണ്. കൂടാതെ താരം ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ട്രെയിനിങ് ക്യാമ്പിൽ എത്തിച്ചേരുമെന്നും ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇനി നിലവിൽ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് ലീഗിലെ 9 മത്സരങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളത്. കൂടാതെ ഇനി വരാൻ പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഈ ഒരു മാസത്തെ മത്സരത്തിൽ വളരെ മികച്ച എതിരാളികൾ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെ ഉള്ളത്. ഏതായാലും അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മത്സരം ഫെബ്രുവരി 12-ാം തീയതി AM 30-ന് പഞ്ചാബ് എഫ്സിക്കെതിരെയാണ്. ഈ ഒരു മത്സരം അരങ്ങേറാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടായ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചാണ്. നമുക്കറിയാം, ഹോം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് എത്രത്തോളം പവർ ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പഞ്ചാബ് എഫ്സിക്കെതിരായുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കൂടാതെ നിങ്ങൾക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ പഞ്ചാബ് എഫ്സിക്കെതിരായിട്ടുള്ള ലൈനപ്പിന്റെ വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ വാർത്തകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.